ലൈംഗിക പീഡന പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചും അതിജീവിതയ്ക്കെതിരെയും കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. ചവിട്ടിയരച്ച് കുലമൊടുക്കാൻ ലക്ഷ്യമെന്നും ചെറുപ്പക്കാർ വളരുന്നതിൽ CPIM-ന് ഭീതിയെന്നും വീക്ഷണത്തിന്റെ ന്യായീകരണം. അതേസമയം പത്രത്തിന് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ടെന്ന് K. മുരളീധരൻ പറഞ്ഞു. പത്രത്തിന് അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം പാർട്ടി എപ്പോഴും നൽകിയിട്ടുണ്ട്. പത്രത്തിൻ്റെ മേലെ പാർട്ടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് എഴുതാനും പാടില്ല. നൃപൻ ചേരുകയാണ്. നൃപൻ, ഇന്ന് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം വളരെ അറേബ്യയിലെ സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെ പൂശുകയാണ്. രാഹുൽ എന്താണ് കുലം മുടിപ്പിക്കാനാണ് രാഹുലിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണല്ലോ ഈ വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം. നൃപൻ, തീർച്ചയായും കാരണം വീക്ഷണം എന്ന് പറയുന്നത് KPCCയുടെ ഔദ്യോഗികമായിട്ടുള്ള ദിനപത്രമാണ്, അവരുടെ മുഖപത്രമാണ്. ആ മുഖപത്രത്തിലെ എഡിറ്റോറിയൽ പേജിലുള്ള മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നയം എന്താണ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമീപനം എന്താണ്, നയം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. അതിൽ തന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് അതിൻ്റെ ചീഫ് എഡിറ്റർ. അദ്ദേഹം തന്നെ എഴുതിയതാവാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അല്ലാതെ ഇത് പ്രസിദ്ധീകരിച്ച് വരില്ല. അതിലാണ് നേരത്തെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഇതുമായി വിവാദവുമായി ബന്ധപ്പെട്ട് ലൈംഗിക പീഡന കേസിലെ പ്രതി ഈ പറഞ്ഞ അതിജീവിത തന്നെ ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നു. മുഖ്യമന്ത്രിക്ക് ഡിജിറ്റൽ എവിഡൻസ് അടക്കം കൈമാറുന്നു. നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം, റൂറൽ SP-യുടെ നേതൃത്വത്തിൽ സംഘം മൊഴിയെടുത്ത് അന്വേഷണം തുടങ്ങുകയാണ്. പ്രതി ഒളിവിലുമാണ്. ആ പ്രതിയെ പൂർണ്ണമായി ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഒരു വിശദീകരണവും അത് കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെയാണ് ഈ വിഷയത്തെ ഏറ്റെടുക്കേണ്ടത് എന്ന തരത്തിലുള്ള ആഹ്വാനമാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. ചവിട്ടിയരച്ച് കുലമൊടുക്കാൻ ലക്ഷ്യമിടുകയാണ്. ചെറുപ്പക്കാർ വളരുന്നതിൽ CPM-ന് ഭീതിയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. CPM-ന്റെ അതിസാരവും ഛർദിയുമാണ് ഈ ലൈംഗിക ആരോപണങ്ങൾ. മാത്രമല്ല അതിജീവിതയ്ക്കെതിരെയുമുള്ള വിമർശനം ഇക്കാര്യത്തിലുണ്ട്. കാരണം ഓർക്കണം, കോൺഗ്രസ് പാർട്ടിയാണ് രാഹുലിനെതിരെ നടക്കുന്ന വ്യാജമായ ലൈംഗിക ആരോപണത്തിൽ പിന്നിൽ തെരഞ്ഞെടുപ്പിൻ്റെ വിജയലക്ഷ്യം. CPM ഗൂഢാലോചനയുടെ അവസാനത്തെ കണ്ണിയാണ് രാഹുൽ. പാലക്കാട് വിജയിച്ചതാണ് രാഹുൽ ചെയ്ത കുറ്റം. ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളരുന്നത് CPM-ന് സഹിക്കുന്നില്ല. ഒപ്പം തന്നെ ആ മുഖപ്രസംഗത്തിൻ്റെ അവസാനം ഏതരത്തിലുള്ള ഭാഷയാണ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നോക്കുക. മറ്റു പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുഗുണത്തെ ചവിട്ടിയരച്ച് കുലമൊടുക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയും വ്യക്തിഗതകളുടെയും ലക്ഷ്യം. അതായത് വിത്തുഗുണം എന്നൊക്കെ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ഒരു മുഖപ്രസംഗത്തിൽ നേതാക്കളെക്കുറിച്ചൊക്കെ പറയുന്നത്, വിശദീകരിക്കുന്നതിൻ്റെ ഭാഷ നോക്കണേ. ആ ഭാഷയിൽ പറയുന്നത് മറ്റു പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുഗുണത്തെ ചവിട്ടിയരച്ച് കുലമൊടുക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ. തീർച്ചയായിട്ടും നൃപൻ, അത് ശരിയാണ്. മറ്റു പാർട്ടികളിലൊന്നും ഇതുപോലത്തെ വിത്തുഗുണം കാണാൻ പറ്റില്ലല്ലോ. വഴിയിൽ പോകുന്ന ഏത് സ്ത്രീക്കും മെസ്സേജ് അയച്ച് വൈകിട്ട് 5 സ്റ്റാർ ഹോട്ടലിലോട്ട് വരട്ടോ എന്ന് ചോദിക്കുന്ന വിത്തുഗുണം എന്തായാലും മറ്റു പാർട്ടികളിലൊന്നും ഇല്ല. അത് സ്വാഭാവികമായും കോൺഗ്രസിന് ഭയങ്കരമായ അഭിമാനം നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പം നമുക്ക് തർക്കമൊന്നുമില്ലല്ലോ. രാഹുൽ ഇങ്ങനെയായി പോയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നൃപൻ ഈ മുഖപ്രസംഗം. തിരുത്തേണ്ട സമയത്ത് തിരുത്തി കൊടുക്കാതെ കൈതട്ടി പ്രോത്സാഹിപ്പിച്ച് ഈ ചെറുപ്പക്കാരനെ ഈ പരുവത്തിലാക്കി, നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത പരുവത്തിലാക്കി കൊടുത്തത് ഈ കോൺഗ്രസിന്റെ തലമൂത്ത ഇതുപോലെ മുഖപ്രസംഗം എഴുതുന്നത്. ഒരുപക്ഷെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് അടക്കമുള്ളവരായിരിക്കാം ഈ മുഖപ്രസംഗം എഴുതിയത്. നൃപൻ, ഷമ്മി, ഈ മുഖപ്രസംഗം ആകെ വായിക്കുകയാണെങ്കിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് പണി കൊടുക്കുകയാണോ എന്ന് തോന്നിപ്പോകും. മാത്രമല്ല UDF-ലെ പല നേതാക്കളെയും പഴയ സംഭവങ്ങൾ കൂടി ഈ കാര്യത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ സംഭവങ്ങളും പറയുന്നുണ്ട്. സൂര്യനെല്ലി കേസ്, ഒപ്പം തന്നെ ഐസ്ക്രീം പാർലർ കേസ്, ഒപ്പം തന്നെ സോളാർ കേസ്, ഒപ്പമാണ് ഇപ്പോൾ ഈ വിഷയം കൂടി പറഞ്ഞിരിക്കുന്നത്. ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട എല്ലാ ഓർമ്മപ്പെടുത്തലും ഇതിനകത്ത് പറയുന്നുണ്ട്. സൂര്യനെല്ലി കേസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരു നേതാവിനെ വേട്ടയാടി അവസാനം കോടതി വെറുതെ വിടുകയായിരുന്നു. ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് അന്നത്തെ സമരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അന്ന് ആ നേതാവിനെതിരെ വലിയ തരത്തിൽ ആരോപണമുണ്ടായി, അവസാനം ഒന്നും തെളിയിക്കാൻ ആയില്ല. സോളാർ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് രാഷ്ട്രീയപരമായി വലിയ തരത്തിൽ ഉമ്മൻചാണ്ടിയെ പോലത്തെ നേതാവിനെ അറ്റാക്ക് ചെയ്യാൻ പ്രതിയോഗികൾ നടത്തിയെന്നാണ്. പക്ഷേ സോളാർ ആരോപണത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്നും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തിയത് ആരാണെന്നും ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്ന് എന്താണ് പറഞ്ഞതെന്നും അന്നത്തെ KPCC അധ്യക്ഷനായിട്ടുള്ള VS സുധീരൻ എന്ത് നിലപാടാണ് എടുത്തതെന്നും കോൺഗ്രസിനകത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ആളെ അറസ്റ്റ് ചെയ്തത് ആരാണ്? പ്രതിപക്ഷമാണോ?
അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി പോലും അറിയാതെയാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്തത് എന്ന കാര്യം ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്നെ പറഞ്ഞതിന് ഒപ്പമല്ല. അത് മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയിൽ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ 2 ആത്മകഥകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് രണ്ടും വലിയ തരത്തിൽ വിവാദമായിരുന്നു. അതിലൊരു ആത്മകഥയിൽ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹം വളരെ വ്യക്തിപരമായി അദ്ദേഹം ദുഃഖിതനായിരുന്നു. അദ്ദേഹം ദുഃഖിതനായത് രാഷ്ട്രീയ പ്രതിയോഗികളുടെ ആരോപണം കൊണ്ടല്ല, സ്വന്തം പാർട്ടിയിലുള്ളവർ അദ്ദേഹത്തെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി. ഇതിലെ ഈ മുഖപ്രസംഗത്തിലെ ചില വാക്കുകൾ CPM ഭീതിയോടെ കാണുന്ന രാഷ്ട്രീയ സർഗാത്മകതയും പ്രജ്ഞാശേഷിയുമുള്ള ചെറുപ്പക്കാർ വളർന്നു വന്നാൽ അത് CPIM-നെ ഗോത്രഹത്യയിലേക്ക് എടുത്തെറിയുമെന്ന് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ എഴുതിയിരിക്കുന്നതെന്ന് എഴുതിയ ആൾക്കെങ്കിലും തിരിച്ചറിവുണ്ടോ? എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സർഗാത്മകത? ആ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ടല്ലോ ഇയാളുടെ സർഗാത്മകത. ഒരു നിമിഷം മതി കൊല്ലാൻ എന്ന് പറയുക, കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കുക, ഗർഭത്തിന് നിർബന്ധിക്കുക, അതിനുശേഷം ഗർഭിണിയായി കഴിയുമ്പോൾ ഗർഭഛിദ്രത്തിന് പറയുക, പച്ചത്തെറി പറയുക. ഇതാണ് അവർക്ക് സർഗാത്മകത, പ്രജ്ഞാശേഷി. അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിഭാഗം നേതാക്കളെ ശക്തമായ എതിർപ്പ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യ ഘട്ടത്തിൽ കോൺഗ്രസിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് ആക്കുന്നത് നേതൃത്വത്തിന് വ്യക്തമായ പങ്കുണ്ട്. അന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായി സംഘടനയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹം MLA പദവി രാജിവെക്കുകയും കടുത്ത നടപടിയിലേക്ക് പോയിരുന്നു എങ്കിൽ ഇന്ന് ഇത്തരത്തിലെ പ്രശ്നമുണ്ടാകില്ല. രണ്ടാമത് പെയ്ഡ് പ്രൊമോഷൻ നടത്തുന്നു. ഈ ഷാഫി പറമ്പിൻ്റെ നേതൃത്വത്തിലുള്ള സൈബർ വിങ് പൂർണ്ണമായി വെട്ടുകിളികളെ പോലെ ഇതിനെ എതിർക്കുന്ന നേതാക്കളെതിരെ രംഗത്ത് വരുന്നു. KC വേണുഗോപാലിന് പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നു. പ്രതിപക്ഷ നേതാവ് അറിഞ്ഞോ അറിയാതെയോ, അദ്ദേഹം അവസാനം നിഷേധിച്ചു എങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിയമസഭയിലെത്തുന്നു. പ്രതിപക്ഷ നേതാവ് അറിയാതെ തൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു പ്രതിപക്ഷ അംഗം നിയമസഭയിലെത്തുമെന്ന കാര്യം അത് ചിന്തിക്കേണ്ട കാര്യമാണ്. KC വേണുഗോപാലിന് പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നു. അതിനുശേഷം ഇത്തരം വിവാദങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ശരിയായില്ല, വിവാദം വരുത്തി വെച്ചതാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോൾ ഈ കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണം ഇത്തരത്തിൽ അതിരൂക്ഷമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇത് ആർക്കുള്ള പണിയാണെന്ന കാര്യത്തിൽ വായിക്കുമ്പോൾ എല്ലാവർക്കും സന്ദേഹമുണ്ടാകും. കാരണം അത് പൂർണ്ണമായി പഴയ ജനം പല കാര്യങ്ങളിലും രാഷ്ട്രീയ കേരളം മറന്നു തുടങ്ങിയ പല കാര്യങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എടുക്കുന്നു, സോളാർ കേസ് വിവാദമായി ഇതിനകത്ത് പരാമർശിക്കുന്നു. അതിനകത്താണ് ചില പദങ്ങൾ ഈ പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പദങ്ങളാണോ എന്ന തരത്തിൽ സംശയമുണ്ട്. ഇങ്ങനെയുള്ള വിത്തുഗുണത്തെ പോലെയുള്ള പരാമർശങ്ങൾ, ഒപ്പം തന്നെ അല്പം മുമ്പ് ഷമ്മി വായിച്ചതുപോലെ രാഷ്ട്രീയത്തെ സർഗാത്മകമായിട്ടുള്ള പ്രതികരിക്കുന്ന പ്രധാനപ്പെട്ട ആൾക്കാർ, അതിൽ തന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് നിയമസഭാ നടപടിക്രമങ്ങളിൽ ഭരണപക്ഷത്തെ നിരായുധരും വിഷണ്ണരുമാക്കുന്ന ആയുധങ്ങളും അത് പ്രയോഗിക്കുന്നതിലും പ്രാവീണ്യം തെളിയിച്ചവരുമാണ് 1/2 ഡസനിലേറെ വരുന്ന കോൺഗ്രസിൻ്റെ ഈ കത്തുന്ന സൂര്യന്മാർ. അതിലൊരു കത്തുന്ന സൂര്യനാണ് ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒളിച്ചു കഴിയുകയാണ്. അദ്ദേഹത്തെ തിരഞ്ഞ് ക്രൈംബ്രാഞ്ച് സംഘം, പോലീസ് എല്ലായിടത്തും വല വീശിയിട്ടുണ്ട്.